എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ മൽദൂര എന്ന സ്ഥലത്ത് വന്ന് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് നടന്നു പിടിച്ച് നോക്കുകയാണ്. അപ്പം നമുക്കിവിടെ കാണാൻ ആര്യവേപ്പ് ഈ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പഴയ പള്ളിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നൊരു കുരിശും അങ്ങനെയൊക്കെയുള്ളൊരു അടയാളങ്ങൾ കാണുന്നത്. കുറേ പഴയ പള്ളികളും ഈ ഭാഗത്തുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇവിടുത്തെ ഒരു മെയിൻ റോഡാണ്. മെയിൻ റോഡ് വൺ വേ ആണ്. ഞാൻ നടക്കുന്ന സൈഡിൽ കൂടെ അങ്ങോട്ട് വാഹനങ്ങൾ പോകുന്നു. അതിൻ്റെ അങ്ങപ്പുറത്തെ സൈഡിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പോകുന്നു. ഞാൻ ഇവിടുത്തെ പ്രത്യേക കിച്ച് കാരണങ്ങൾ ഇത് ആര്യവേപ്പ് തന്നെയാണ് കേട്ടോ. ആര്യവേപ്പിൻ്റെ ഇലയുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതര മരമാണ്. ഇത് കായും പൂവൊന്നും കാണുന്നില്ല. കായും പൂവൊക്കെ ആകുമ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ അറിയാമെന്ന് തോന്നുന്നില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പയ്യെ നടക്കുകയാണ്. ഒരു തണ്ടിക്ക് അവിടെ ചെന്നാലും നടക്കുക എന്നുള്ളതാണല്ലോ. ഏതായാലും മരുഭൂമിയിലെ കള്ളിമുൾച്ചെടി പോലെ ഇവിടെ കുറച്ച് കള്ളിമുൾച്ചെടികളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അന്വേഷിച്ച ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയെങ്കിൽ കൂടി നമ്മൾ പ്രതീക്ഷിച്ച പുഷ്പിച്ച് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തുക. ഇനിയിപ്പോൾ അങ്ങോട്ട് മുഴുവൻ തീർന്നു കണ്ടോ. ആ വയലറ്റ് നിറത്തിലുള്ള ചെടികളാണ്. നമ്മുടെ ആര്യവേപ്പ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ നടുക്കൂടെ മൊത്തം ആ സംഭവം. എൻ്റെ അപ്പുറം ഒരു ചെറിയ പള്ളി കാണുന്നുണ്ട് കണ്ടോ. പഴയ പള്ളിയാണ്. മെർബിൻ സിഡ്നി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 11th സ്ട്രീറ്റാണ്. അത്രയും വരെയൊക്കെ എനിക്കറിയാവുള്ളൂ. അപ്പം ഞാനൊരു സിഗ്നൽ ക്രോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആദ്യം ഇവിടെ തന്നെ അത് വേറൊരു പള്ളി നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ ഒരു പഴയ പള്ളികൾ, പഴയ നിർമ്മിതികളൊക്കെ കുറേ ഉള്ള സ്ഥലമാണ്. എന്നാലും നടക്കട്ടെ. ആരും നല്ല നല്ല വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ ഒക്കെ ഇപ്പോഴും ആയിരിക്കട്ടെ. പിന്നെ അവിടെ വലിയ ചൂളമരം വലുത് കാണാം പള്ളിയുടെ ഫ്രണ്ടിൽ. അതൊക്കെ ഇവിടെ ക്രിസ്മസിന് കാരണന്മാർ ട്രീ ഇടാൻ സൗകര്യത്തിന് വെച്ചതാണെന്ന് തോന്നുന്നു. ഈ ചൂളമരം കണ്ടോ, ചൂളമരം ഒക്കെയുണ്ട്. പിന്നെ അത് വരുന്ന സമയത്ത് ഏതായാലും കാഴ്ച വെറുതെ ആയില്ല. ഒരു അടാറ് സാധനം കുളപ്പം പോകുന്നുണ്ട്. കോളിൻസ് അഡിലെയ്ഡ് എന്താണെങ്കിലും കുഴപ്പമില്ല. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു. അപ്പുറത്തെ സൈഡാണ് ഒരു പഴയ പള്ളി. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുന്ന് കുറച്ചുകൂടെ നടക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ 1-2 റോഡുകളൊക്കെ ക്രോസ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു.